വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു ഇൻട്രോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് സംഗതി മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെ, എൻ്റെ കോളേജിലെ ക്രിസ്മസ് സെലിബ്രേഷനാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ പോകുന്നത് 2 ഡേ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കോളേജിൽ പോയി കുറച്ച് 2 പീരീഡ് ഞാൻ ക്ലാസ് എടുത്തു. അതിനുശേഷം ഫുൾ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഡെക്കോർ കാര്യങ്ങൾ ചെയ്യാണ്. ഞങ്ങൾ ആകെ ഉണ്ണിയേശു പിന്നെ മാതാവ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്യായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഐഡിയയില്ല എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്തു വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് തന്നെ കോമഡി ആയിട്ട് തോന്നി. നിറഞ്ഞു നിൽക്കുകയായിരുന്നു കുറേ സാധനങ്ങൾ. ഒരു സാധനം പോലും വേസ്റ്റ് ആക്കാതെ ഓരോരുത്തർ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച് അത് കാണിച്ചു തരുമ്പോൾ ചിരിക്കണോ അവരെ സപ്പോർട്ട് ചെയ്യണോ തിരിയുന്നില്ല. ഇതിപ്പം 1ാം ക്ലാസ് കുട്ടികളുടെ പ്രവേശനോത്സവമാണോ എന്നൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അറ്റ് എൻഡ് ഇത് ഭയങ്കര അടിപൊളിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മളൊരു എഫേർട്ട് ഇട്ടൊരു സാധനം ചെയ്യുമ്പം ഒരിക്കലും കൊള്ളത്തില്ല എന്ന് നമ്മളായിട്ട് പറയില്ല. കാരണം നമ്മൾ എല്ലാവർക്കും അറിയാം അവരവരെന്തൊക്കെ ചെയ്തിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ട്. സോ ഇറ്റ്സ് അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാവരും അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറ്റുന്നിടത്തോളം അടിപൊളിയാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. പല സാധനങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത് ഉപയോഗിച്ച സാധനങ്ങളിൽ തന്നെയാണ് എടുത്ത് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നെക്സ്റ്റ് ഡേ ആയിരിക്കും. ഇപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെ ഔട്ട്ഫിറ്റാണ്. പക്ഷേ ഇത് ഞാൻ എടുക്കുന്നത് എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷമാണ്. ഇനി നമ്മൾ പോകാൻ വന്നത് കേക്ക് മേടിക്കാനാണ്. പോകുന്ന വഴിക്ക് ഞാൻ ഒരു സ്കൂളിൽ ക്രിസ്മസ് സെലിബ്രേഷൻ കണ്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ നോക്കിയതാണ്. അത് കഴിഞ്ഞ് കേക്ക് മേടിച്ച് നമ്മൾ നേരെ കോളേജിലേക്ക് വിടുക. ആൻഡ് ദിസ് ഈസ് അവർ കേക്ക്. പിന്നെ പുൽക്കോട് ഞങ്ങൾ പോയി കേക്കൊക്കെ മേടിച്ച് വരുമ്പോഴത്തേക്ക് പുൽക്കോടൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി നിരന്നു കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ പുൽക്കൂട് നമ്മൾ കണ്ടില്ലല്ലോ പോകുന്ന വഴിക്ക്. അപ്പം തിരിച്ചു വന്നിട്ടാണ് പുൽക്കൂടൊക്കെ കാണുന്നത്. അപ്പോൾ ഒരു വീഡിയോ ഒക്കെ ആവാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ എല്ലാത്തിൻ്റെ ഓഡിയോ കൊടുക്കാത്ത, മീൻസ് വോയിസ് ഓവർ ചെയ്യുന്നത്. കാരണം ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് സോങ്ങാണ്. അവിടെ ഒരു വലിയൊരു സ്പീക്കറുണ്ട്, അതിലുള്ള പാട്ടാണ് ഫുള്ളുള്ളത്. അപ്പം മിക്കവാറും എനിക്ക് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് മാക്സിമം ഈ വോയിസ് നിങ്ങൾ കേൾക്കേണ്ടി വരും. പിന്നെ ചില സെക്ഷനിൽ ഞാൻ ഒറിജിനൽ ഓഡിയോ കൊടുക്കുന്നുണ്ട്. പക്ഷേ കോപ്പിറൈറ്റ് വരികയാണെങ്കിൽ അത് നിങ്ങൾ വേറെ എന്തെങ്കിലും മ്യൂസിക് ആയിട്ടായിരിക്കും കേൾക്കുക. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഫുഡ് കഴിക്കാൻ പോകുന്നു. പറ. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗയ്സ്. 10-15 ആൾക്കാർ വരും. ബാക്ക്ഗ്രൗണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ. ഈ സാറ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയോ? അവരുണ്ടല്ലോ വിച്ചു, അതിൽ പൈപ്പ് തുറന്നിട്ട് പിന്നെ അടക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. പിന്നെ സാറ് വന്നിട്ടാണ് ഇതാക്കിയത്. ആ കഥയാണ് അവൾ പറയുന്നത്. ഇങ്ങനെ അടച്ചു ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി നമ്മൾക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടി.
ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഡാൻസ് കളിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഒരു ഗെയിം നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നു. ഞാനും സ്വേ എന്ന് വിളിക്കും അവളും കൂടിയാണ് ഈ ഗെയിം കണ്ടുപിടിച്ചത്. ഞങ്ങളത് ഇൻസ്റ്റയിൽ നിന്നാണ് കണ്ടത്. അപ്പോൾ ഞങ്ങൾ ഈ ആദ്യം ബോൾ കണ്ടപ്പോഴെല്ലാവരും പാസ് ചെയ്യുന്നതാണ് കരുതിയത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇതൊരു വെറൈറ്റി ഗെയിമായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തിരുന്നു. ആൻഡ് ഔട്ടാവുന്നൊരു പുറത്ത് വന്നിട്ട് റൗണ്ടിന് പുറത്ത് വന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉണ്ടല്ലോ, ആ മ്യൂസിക് അനുസരിച്ച് ഡാൻസ് ചെയ്യായിരുന്നു. ഇടയ്ക്ക് ഗെയിം, ഇടയ്ക്ക് ഡാൻസ്, ഇടയ്ക്ക് സോങ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ട്, അതുകൊണ്ട് തന്നെ ആയിരിക്കും അത്ര ബോറടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ഗെയിം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കുറേ പേർക്ക് അറിയാമെന്ന്. ഷീ സെഡ് റൈറ്റ്. കാരണം അതുപോലെയാണ്, സംസാരിക്കാണ്ട് അങ്ങനെ ഡാൻസ് ഒന്നും കളിച്ച് കാണാത്ത ആൾക്കാർ പോലും ഇങ്ങനെ സോങ്ങൊക്കെ വെച്ചപ്പോഴത്തേക്ക് എല്ലാവരും കയറി കളിച്ചിട്ടുണ്ടായിരുന്നു. റിയലി എൻജോയ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി വീട്ടിലേക്ക്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഒരു ഗോൾഡൻ ഹവേഴ്സിലാണ് നിൽക്കുന്നത്. എന്താണെന്ന് വിചാരിക്കുന്നുണ്ടോ? പുറത്ത് നല്ല സൂര്യാസ്തമയം ആണ്. സണ്ണിൻ്റെ ലൈറ്റ് ഇങ്ങനെ എൻ്റെ മുഖത്ത് അടിച്ച് കയറുന്നുണ്ട്. പക്ഷേ ഭയങ്കര ഡള്ളാണ്. ഞാൻ എല്ലാ രീതിയിൽ ടാൻ അടിച്ചിട്ടുണ്ട് കേക്ക് മേടിക്കാൻ പോയപ്പം. കൂടാണ്ട് പാട്ടൊക്കെ വെച്ച് അടിച്ച് പൊളിച്ചു ക്രിസ്മസ്. അയ്യോ, ഞാൻ വിചാരിച്ചു ഇവിടെ വന്നപ്പോൾ ഞാൻ ഷട്ടേപ്പടയെന്ന് പറഞ്ഞ് കിടന്നു പോകുന്നു. ഇപ്പം കിടക്കും, പക്ഷെ അതിന് മുമ്പ് ഇത് ഞാൻ പറയണ്ടേ, നമ്മുടെ ഔട്ടർ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്.